വഴുതനങ്ങ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ബ്രിഞ്ചോൾ ഫ്രൈ നമുക്ക് 3 രീതിയിൽ ചെയ്തെടുക്കാം. ഇന്ന് ഈ വീഡിയോയിൽ 3 രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് കാണിക്കുന്നത്. അതിനായി ഓരോ രീതിക്കും ഏകദേശം 250 ഗ്രാം ബ്രിഞ്ചോൾ എടുത്തിട്ടുണ്ട്. നീളം കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക. അതിലേക്ക് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് 2 മുതൽ 4 ടീസ്പൂൺ വരെ വഴുതനങ്ങയിൽ വെള്ളമയം എത്രയാണോ ഇരിക്കുന്നത് അതനുസരിച്ച് വേണം അരിപ്പൊടി ചേർക്കാനായിട്ട്. അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂറോളം മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഡയറക്റ്റായിട്ട് തന്നെ എണ്ണയിലേക്കാണ് ഈ പൊടികളെല്ലാം ചേർക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും ചേർക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ കഷ്ണങ്ങളും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ആദ്യം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഒന്ന് വാടി കിട്ടുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഒരുപോലെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് എണ്ണ തെളിഞ്ഞ് വരും അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് ചുരുങ്ങി കിട്ടുകയും ചെയ്യും. ഉപ്പ് ചേർക്കുമ്പം വഴുതനങ്ങയിൽ നിന്ന് കുറച്ചും കൂടെ വെള്ളമയം പുറത്തേക്ക് വരും. ആ വെള്ളമയം നന്നായിട്ട് വറ്റി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം ചട്ടിയിലുള്ള എണ്ണ മുഴുവനായിട്ട് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണയൊന്ന് മാറ്റി വെച്ചിട്ട് വഴുതനങ്ങ മാത്രം കോരി മാറ്റി എടുക്കുക. ആദ്യത്തെ രീതിയിലുള്ള വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇപ്പോൾ റെഡിയായി. ബാക്കിയുള്ള എണ്ണയിൽ 2-3 ടീസ്പൂണും കൂടെ എണ്ണ ചേർക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ മസാലകൾ പിടിപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ വഴുതനങ്ങ എണ്ണയിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മൊരിപ്പിച്ചെടുക്കുക. അപ്പം ഇതുപോലെ മസാല പിടിപ്പിച്ച് അതിൽ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടായിരിക്കും ഈ മെഴുക്ക് പുരട്ടി കിട്ടുന്നത്. അരിപ്പൊടിയുടെ ഒരു മൊരിമൊരിപ്പും കൂടെ വരും. ഒന്നും കൂടെ അത് നമുക്ക് മൂപ്പിച്ചെടുക്കുകയും ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് ഈ രീതിയിൽ നമുക്ക് വിളമ്പാം. ഇങ്ങനെ വഴുതനങ്ങയുടെ ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ച് 2 രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. എന്നിട്ട് ബാക്കിയുള്ള ചട്ടിയിൽ ഇതുപോലെ 2-3 ടീസ്പൂൺ ചോറ് നന്നായിട്ട് വിരവിയെടുത്ത് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ആ ചട്ടിയിലുള്ള എണ്ണമയവും നന്നായിട്ട് മാറിക്കിട്ടും. കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം. ഇനി മൂന്നാമത് ഉള്ള രീതിയിൽ രണ്ടാമത്തെ രീതിയിൽ തയ്യാറാക്കിയതുപോലെ തന്നെ എണ്ണയിൽ മുളക് പൊടിയും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് മൂപ്പിച്ചിട്ട് വഴുതനങ്ങ കഷ്ണങ്ങൾ ചേർത്ത് വാട്ടിയെടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് വാട്ടുക. ഇതിൽ ഞാൻ കരിവേപ്പിലയും മല്ലിയും കൂടെയുള്ള പൊടിയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നേരത്തെ ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ പൊടി നമുക്ക് ഫ്രിഡ്ജിൽ ഏകദേശം 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. ആ പൊടി മിക്സിയിൽ കുറച്ച് കോഴ്സായിട്ടാണ് പൊടിച്ച് വെച്ചിരുന്നത്. ഒന്നും കൂടെ അത് ഫൈനാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. അല്ല തരിതരിപ്പോടെ കൂടെ തന്നെ മതിയെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ചേർക്കാവുന്നതുമാണ്. അപ്പോൾ വഴുതനങ്ങ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് ഇത് ഒരുപാട് കുഴയണ്ട. വഴുതനങ്ങ ഒന്ന് ഇത് നന്നായിട്ട് വെന്ത് കിട്ടുമ്പോൾ നമുക്ക് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന മല്ലിയും കരിവേപ്പിലയുടെയൊക്കെ പൊടി അതിൽ ഉഴുന്നുമൊക്കെയുണ്ട് പൊടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂന്നാമത്തെ രീതിയിൽ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാം. ചോറിനൊപ്പം നമുക്ക് ഈ 3 രീതിയിലുള്ള വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും വിളമ്പാവുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കുക.